ഹായ് ഫ്രണ്ട്സ്, ഞാൻ റജി പ്ലാപ്പള്ളി. അപ്പോൾ നമ്മുടെ ചാനൽ ഡീപ്പർ വയ്യു. അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അൺബോക്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷവോമിയുടെ എംഐയുടെ ഒരു കിടിലൻ ലാപ്ടോപ്പാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന നല്ല അടിപൊളി ലാപ്ടോപ്പ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. നമ്മളപ്പോൾ അൺബോക്സിംഗ് ചെയ്യാണ്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 47,999 ബാക്കി അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഉടനെ പറയാം. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം, MI നോട്ട്ബുക്ക്. കണ്ടില്ലേ, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. സംഭവം സെറ്റപ്പാണ്. ഇതിലുള്ളത് നല്ല ബോക്സൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ സെപ്പറേറ്റ് ഉള്ളത് എൻ്റെ ചാർജറും ബാക്കി കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. സംഭവം കിടിലാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, തിന്നാണ്, മെറ്റൽ ബോഡിയാണ്. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. കണ്ടല്ലേ കൂട്ടുകാരെ, സംഭവം കിട്ടിയല്ലോ. നോക്കിയേ, HDMI പോർട്ട് ഉണ്ട്, 2 USB ഉണ്ട്, മൈക്ക് ഔട്ട് ഉണ്ട്, പിന്നെ പവർ സപ്ലൈ സോക്കറ്റും വെബ് ക്യാം കൊടുക്കാനുള്ള ഒരു USB പോർട്ടും ഉണ്ട്. ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് HDMI ഡീറ്റെയിലും പിന്നെ വിൻഡോസ് 10 ഹോം എഡിഷനും പിന്നെ NVIDIA MS250യും DTS ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം. കൂട്ടുകാരെ, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തല്ലോ. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡുകളാണ് ഈ പറയുന്നത്. വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അറിയാവുന്ന ആൾക്ക് ഉദ്ദേശിച്ചല്ല, അറിയാത്ത വളരെയധികം കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വെച്ചിട്ടുള്ളൂ. ഇതിന്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റലിന്റെ i5 10th ജനറേഷൻ പ്രോസസ്സറാണ്. ഇതിന്റെ സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4.2 GHz ആണ്. ഇതിൽ വരുന്ന റാം DDR4 2666. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് NVIDIAയുടെ MX250 ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഡെഡിക്കേറ്റഡ് അല്ലാത്ത ഗ്രാഫിക്സ് കാർഡാണെങ്കിൽ ഒരു 3000 രൂപ കുറവുണ്ട്. പക്ഷേ നമ്മുടെ നല്ല പെർഫോമൻസിന് നമ്മൾ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മിഡ് റേഞ്ച് ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതും ഡെഡിക്കേറ്റഡ് ആണ്, ഇന്റഗ്രേറ്റഡ് അല്ല. ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ ഇന്റലിന്റെ തന്നെ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് ഉണ്ടാവും. നമ്മളിപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള MX250 എന്നുള്ള ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് സെപ്പറേറ്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ലാഗ് ഇല്ലാണ്ട് അത്യാവശ്യം എല്ലാ വർക്കുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ. കോർ i5 ആണ് ഇതിന്റെ പ്രൊസസ്സർ. വിൻഡോസ് മീഡിയ 10 ഹോം എഡിഷനാണ് OS. ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് അത്, ഒറിജിനൽ. പിന്നെ മെറ്റാലിക് ബോഡിയാണ്, തിന്നാണ്. ഇത് 1.5 കിലോ ആണ് ആകെ വെയിറ്റ് ഉള്ളൂ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു HDMI പോർട്ടും 3 USB ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വെബ് ക്യാം ഇല്ല. അപ്പൊ സെപ്പറേറ്റ് ഇതിന്റെ ഒപ്പം തന്നെ ബണ്ടിലായിട്ട് നമുക്ക് വേറെ വെബ് ക്യാം സൗജന്യം വരുന്നുണ്ട്. അത് നമ്മൾ ഇതിൽ മുകളിലായിട്ട് വെക്കണം. അതിന് കൊടുക്കാനുള്ള കണക്ഷനാണ് ഇവിടെ USB പോർട്ടും. സംഭവം തിന്നാണ്. കൂട്ടുകാർ കണ്ടില്ലേ, വളരെ ചെറുത്. നമുക്ക് ബാഗിലും കയ്യിലെല്ലാം കൊണ്ടു നടക്കാവുന്ന ടൈപ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഹാർഡ് ഡിസ്ക് ഇല്ല, പകരം ലേറ്റസ്റ്റ് ടെക്നോളജി ആയ SSD ആണ് ഉള്ളത്.
അപ്പോൾ ബൂട്ടിംഗ് ടൈമൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് ബൂട്ടിംഗ് ടൈം കഴിയും. സാധാരണ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് 6 ഇരട്ടി സ്പീഡ് കൂടുതലായിരിക്കും പുതിയ ജനറേഷൻ ലാപ്ടോപ്പുകൾക്ക്. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അതിന്റെ പ്രൊസസ്സറും പിന്നെ SSD എന്നുള്ള പുതിയ സോളിഡ് ഡിസ്ക് ഡ്രൈവിന്റെ കഴിവാണ്. അതുകൊണ്ടാണ് SSD ഉള്ളത് മാത്രമാണ് കൂട്ടുകാരി മേടിക്കാനുള്ളതെന്ന് പറയുന്നത്. ഇനി മറ്റുള്ള കമ്പ്യൂട്ടറിനെ പോലെ പഴയ ഹാർഡ് ഡിസ്ക് ഉള്ള ജനറേഷനിലേക്ക് ആരും പോകരുത്. SSD ഉള്ളത് മാത്രം ചൂസ് ചെയ്യുക. കവറിന്റെ ഒപ്പമുള്ള ബോക്സ് കൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇതിന്റെ ഒപ്പം ഉള്ളത് ഇതിന്റെ ആക്സസറീസ് ആണ്. ഒന്ന് എന്റെ ചാർജ് കേബിള്, പവർ സപ്ലൈ കേബിള്, ഇത്രയാണ് ഇതിന്റെ ഒപ്പമുള്ള ആക്സസറീസ് ആയിട്ട്. പിന്നെ ഇതിന് വെബ് ക്യാം സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതിനൊപ്പം ബണ്ടിലായിട്ടില്ല, സെപ്പറേറ്റ് USB പോർട്ട് കുത്തി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പവർ കേബിൾ കണ്ടില്ലേ, ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അതിന്റെ അഡാപ്റ്ററും ഫാസ്റ്റ് ചാർജറാണ്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ 10 മണിക്കൂർ നമുക്ക് ബാക്കപ്പ് കിട്ടും. കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ലാപ്പിന് വെബ് ക്യാം ഇല്ല. ഇതിന്റെ സെപ്പറേറ്റ് ആണ് വെബ് ക്യാം വരുന്നത്. ഷവമിയുടെ തന്നെ ഒരു HD വെബ് ക്യാം ഇതിനൊപ്പം അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത് അതിന്റെ USB പോർട്ട് ഉണ്ട് സെപ്പറേറ്റ്. ഈ USB പോർട്ടിൽ അത് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഷവമിയുടെ വെബ് ക്യാം. സംഭവം അടിപൊളിയാണ്. ഇത് കഴിഞ്ഞ് എന്റെ ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ മുകളിൽ ജസ്റ്റ് വെച്ചിട്ട് USB പ്ലഗ് ചെയ്താൽ മതി. യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ടെക്നിക്കൽ സൈഡായിട്ടുള്ളത് വളരെ വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ചാനൽ D4U നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ഒരു അൺബോക്സ് വീഡിയോ ആയിട്ട് നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.